ബ്രാവെ തൂക്കിയെന്നോ എന്തിന്? അനൗൺസ്മെന്റ് നോക്ക്. ഹേ എവരി വൺ, സോ യു മൈറ്റ് ബി നോട്ടീസ് ദ സെർവർ സഡൻലി വാനിഷ്ഡ് ഇൻ ടു വോയിഡ്. പുള്ളി അറിയാൻ മേലാത്ത എന്തോ എടുത്ത് വെച്ച് പണിതാണേ ഇത്. ബ്രാവോ. 20ഓളം വീടുകളെ കേറി കുത്തി തുറന്നിട്ട് ഒരു 15 കണ്ണോളം മോഷ്ടിച്ച് ചക്കനും മുച്ചിരി. അപ്പൊ അഡ്മിൻ പിടിച്ചിട്ട് അത് ബാൻ ഇടുമെന്ന് പറഞ്ഞു. അപ്പൊ പോയപ്പോ ഞങ്ങള് കേറി എടുത്തതാ. എടാ കക്ക അറിയാവുന്നവനെ നിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ കക്കാൻ പോരുത്. മനസ്സിലായേ? ഇത് തന്നെ കാറെങ്ങനെ ഉണ്ടെന്നാ ഇതോ ഫ്രണ്ടിലോട്ട് വാ, കാണിച്ചു തരാ. പറഞ്ഞ വാ. ഒരു മിനിറ്റ്, ടാക്സിയുടെ സാധനം കാണിച്ചു തരാം. ഒരു മിനിറ്റ്. പ്രശ്നമില്ല സേഫ്. ആ വണ്ടി എന്ന് പറഞ്ഞിട്ടല്ല, സിറ്റിയിലെ 1 and only പീസാണ്. മനസ്സിലായ? 1 and only പീസ് 2000 കോടി. ഇതാരും തൊട്ടിലാണല്ലോ. ദേവൂട്ടം കിടക്കണ പോലെ എനിക്ക് കിടക്കണം. നോർമലാണ്. ബ്രാവെ തൂക്കിയെന്നോ എന്തിന്? എല്ലാവർക്കും കളിക്കാൻ പറ്റൂല. അതാണ് പ്രശ്നം. എല്ലാവർക്കും കളിക്കാൻ പറ്റൂല ഗൈസ്. രാവണപ്രഭു നിങ്ങളെല്ലാവരും പോയി കണ്ടോ ഗൈസ്? സത്യമായിട്ടാണ്, എനിക്ക് പോകാൻ പറ്റിയില്ലടാ. എനിക്ക് നല്ല വിഷമമുണ്ട്. ഇതെന്താ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നേ? അനൗൺസ്മെന്റ് നോക്ക്. 5M ഓഫ് ആക്കാനോ? എന്താ അനൗൺസ്മെന്റ്? എന്താ അനൗൺസ്മെന്റില്? ഹേ എവരി വൺ, സോ യു മൈറ്റ് ബി നോട്ടീസ് ദ സെർവർ സഡൻലി vanished into void. Turn out developers accidentally shut down the server instead of his PC. But good note, the server is back online and you can jump right to role playing before he accidentally deletes the internet next time. ഇതൊക്കെ ആരാ? ഇത് ബ്രാവോ ആണ് തോന്നുന്നു ഇത് ചെയ്തത്. ബ്രാവോ ആണ് പകുതി ബോധത്തിൽ ആള്. ഇത് ബ്രാവോ അല്ല, ഡെവലപ്പർ അല്ല, ഇത് ബ്രാവോ അല്ല ആള്. പുള്ളി അറിയാൻ മേലാത്ത എന്തോ എടുത്ത് വെച്ച് പണിതാണേ ഇത്. ബ്രാവോ. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഇതൊക്കെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് അങ്ങേര് തന്നെ കള്ളൊക്കെ എന്തിനു ചെയ്യാൻ പറയാ. ഇതെന്തോ ചെയ്തോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് പോയതാ കേട്ടോ. ആ പണി അറിയാവുന്ന ആരോ പണിത് വെച്ച സെർവർ പുള്ളി ഏതോ ബട്ടറി ഞെക്കി മൊത്തത്തിൽ ഓഫായി പോയി. ഇതാണ് എക്സ്ലാൻറ്റിസ് വൈകുന്നത്. ഇത് എക്സ്ലാൻറ്റിസിലെ ഡെവലപ്പേഴ്സിന്റെ കുഴപ്പമല്ല. അവർ രാവും പകലും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പണിയും. വൈകുന്നേരം ഇങ്ങേര് ഒരു 7 മണി ആവുമ്പോൾ 2 അടിച്ചിട്ട് നേരെ ഇതിനകത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ച് ഞെക്കും, സെർവർ പോവും. ഇത് തന്നെ പുള്ളി. ഇത് ഞാൻ വരുമ്പോഴാണ് ഞെക്കുന്നത് തോന്നുന്നു. അന്നേരം ഡീഡോസും വരും. മനസ്സിലായില്ലേ? സെയിം സമയത്ത് ഇത് തന്നെ. മുകളിൽ നോക്ക്. മുകളിൽ എന്താ? ഞാൻ ഒരു സാധനമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഫ്രണ്ടിലോട്ട് വന്നേ. ഗ്യാങ്കോസിൽ വാ. TV വന്നോ? TV ഇടാൻ പറ്റുമോ ഗൈസ്? TV ഇടാൻ പറ്റുമോ? എന്നാ ടാക്സി അപ്പാക്ക്. ടാക്സി കൊണ്ടുപോ. ഇത്രയും പൈസക്ക് മേടിച്ച് എന്നോട് ഇത് എങ്ങനെ പറയാൻ തോന്നടാ നിനക്കൊക്കെ? ടാക്സിയാണത്. അത് നമ്മളെ എന്ത് ഹൈപ്പർ കാറാണത്. ഹൈപ്പർ കാറ്. ഇത് എന്തായിരുന്നു? എക്സ്ചാറ്റ് അല്ലേ? എക്സ്ചാറ്റ് TV മെമ്പേഴ്സ് കണക്ട് ടു റേഡിയോ. കുതിര അപ്പാക്കത് മറ്റേ ഇതിനകത്ത് അസംസില് കുതിര. മുടിഞ്ഞു പോടാ നീയൊക്കെ. ഒരു സൈഡിലെ ലൈറ്റും പോയി. ഞാൻ റിപ്പയർ ചെയ്തതായിരുന്നു. ഒറ്റയടിക്ക് ലൈറ്റൊക്കെ പോയി കേട്ടാ. ഇതിനി ചന്ദ്ര
പെട്ടെന്ന് വാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ. Guys, ഇന്നത്തെ റിക്രൂട്ട്മെന്റ് ഫുള്ള് ചന്ദ്രനാണ്, ചന്ദ്രന്റെ ആൾക്കാരാണേ കേട്ടാ. ടി വി മെമ്പർ കുതിരക്കുട്ടിയല്ലേ? അതെ അതെ അതെ, കുതിരയെ ഞാനങ്ങ് റിക്രൂട്ട് ചെയ്യാം ടി വിക്കകത്തോട്ട്. എടാ അത് പറഞ്ഞപ്പോഴാ നമുക്ക് സിറ്റിയിലൊരു കാമുകി അവൻ അരേ വാസു. ആ രണ്ടുപേരുണ്ടോ? ആദ്യം ആർക്ക് അക്കുത്തിക്കു താന വരമ്പ കയ്യെ കൊത്ത് കരിങ്കൊത്ത് ചീപ്പ് വെള്ളം താറാ മക്കളുടെ കൈ കയ്യിലൊരു ബാങ്ക് എന്നാലും ലൂസിയ തമ്മ. ഹായ് ലൂസിയ, ഹൗ ആർ യു? എല്ലാം ഓക്കെ ആയോ? താര ഹായ്, എവിടെയാ? ഹായ് താര, എവിടെയാണ്? സുഖമാണോ? ഫുഡൊക്കെ കഴിച്ചോ? സെറ്റ്. ആ ലിസ്റ്റിൽ കുറച്ച് പേരെ കൂടെ കൊണ്ടുവരണം. ക്രിഞ്ച് എടാ, പെണ്ണ് കിട്ടാത്തവന്മാരെല്ലാം ഇത് പറയപ്പെടാ. ഇത് പെണ്ണ് കിട്ടാത്തവന്മാരെല്ലാം ക്രിഞ്ചെന്ന് പറയും. ബാബാ അത്തോട്ടോ തട്ടല്ലേ വണ്ടി അകത്തോട്ട് വാ. കണ്ണോടുക്ക ആ എടുത്തു വെക്ക്. മന്ദാര, ഈ തീട്ടത്തിന്റെ കളറുള്ള വണ്ടി എവിടെ മേടിച്ച്? ഇത് കണ്ട, ഇത് നോക്ക്. കസ്റ്റം വണ്ടിയാണോ? കസ്റ്റം ഒന്നും അല്ല. ഹായ് ബ്രോ, ഗോഗു ബ്രോ, ഹായ്, വെൽക്കം. ഒന്ന് വരുമോ? ഇങ്ങോട്ട് വാ. ഇത് ചന്ദ്രനെ ഒന്ന് കാണിക്കണം. അവൻ ഞാൻ എന്റെ ഹെഡ്ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യട്ടെ ഒരു മിനിറ്റ്. അണ്ണാ ഒരു കാര്യമുണ്ട്, അർജന്റ് ആണേ. പറയടാ. ഞാൻ വരുന്നവരെ വണ്ടിയിൽ തുടരരുത് കേട്ടാ. പറയടാ. അണ്ണാ നമ്മുടെ ഈ സെക്കനും മുച്ചിരിയെ സിറ്റിയിലെ 10-20ഓളം വീടുകളെ കേറി കുത്തി തുറന്നിട്ട് ഒരു 15 കണ്ണോളം മോഷ്ടിച്ച് സെക്കനും മുച്ചിരി. അപ്പൊ അഡ്മിൻ പിടിച്ചിട്ട് അത് ബാൻ ഇടുമെന്ന് പറഞ്ഞു. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഈ ഗണ്ണൊക്കെ ഇവൻ കണ്ടവർക്കൊക്കെ കൊടുത്തു, 50 മറ്റേ ഇവർക്കൊക്കെ കൊടുത്തു. ഇല്ല മുച്ചിരിയൊക്കെ പോയി. എവിടെ പൊടി തട്ടി നാട് വിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. നീ ആയിരുന്നു കൂടെ മോട്ടിക്കാൻ? ഇവൻ പറയുന്നത് ഗാംഗ്ലോക്കറിൽ നിന്ന് ഒരു 15 കണ്ണവന് കൊടുക്കും, അഡ്മിൻസിന് കൊടുക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, തിരിച്ചു തരാം. നീ ഒരു കാര്യം ചെയ്യ്. നീ ഒരു 5 ദിവസം ഇവിടെ നിന്ന് ഈ സിറ്റിയിൽ രാപ്പകലില്ലാതെ ഗ്രൈൻഡ് ചെയ്ത് ഈ ഇതിന്റെ പൈസ ഉണ്ടാക്കിയിട്ട് അവന് കൊടുക്കും. കയ്യിലിരിക്കുന്ന കണ്ണ് കയ്യിലുണ്ട്. മുച്ചിരി വരണം, അമ്പത്തൂരും വരണം. ഇന്ന് തരണെന്ന് പറഞ്ഞ അഡ്മിൻസ്. ഇന്ന് തരണം. ഒരു കാര്യം ചെയ്യ, അവരില്ല, നാളെ വരത്തുള്ളൂ, നാളെ തരാന്ന് പറ. എന്നിട്ട് അതിന്റെ പണിഷ്മെന്റ് നീ എന്താന്ന് വെച്ചാൽ മേടിച്ചോ. കള്ളന്മാർക്ക് ഞാൻ കോഴി പിടിക്കാൻ പോവാ ഞാൻ. ഇല്ല അണ്ണ, അവര് ലോക്കിയാണ്ട് പോയപ്പോ ഞങ്ങള് കേറി എടുത്തതാ. എടാ, കക്ക അറിയാവുന്നവനെ നിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ കക്കാൻ പോരുത്, മനസ്സിലായേ? നാട്ടുകാരെ മൊത്തം അറിയിച്ച് സേവ് ചെയ്ത് ആരെങ്കിലും അറിയുമായിരുന്നോ? ഇത് നാട്ടുകാരെല്ലാം വിളമ്പിട്ടല്ലേ, ക്രെഡിറ്റ് ആയിട്ട്. ഞാൻ 50 എണ്ണം കുത്തി തുറന്നു. ഞാൻ മീശ മാധവൻ അവാർഡ് മേടിക്കാൻ പോവാണ്. ഇതൊക്കെ പറഞ്ഞു നാട്ടുകാരോടൊക്കെ വില കിട്ടിയിട്ടുണ്ട്. ക്രെഡിറ്റ് പറയാൻ പോയേക്കുന്നവരൊക്കെ. പറ ചന്ദ്രൻ. അണ്ണനൊന്ന് കാണണം. അണ്ണൻ ഞെട്ടും. വരുന്നു. അണ്ണൻ ആരെങ്കിലും ബാക്കിൽ നിന്ന് പിടിക്കണേ, അണ്ണൻ ഞെട്ടും ചിലപ്പോ. എന്താടാ, എന്താ കാണിക്കണമെന്ന് പറഞ്ഞേ? ഇത് തന്നെ കാറെങ്ങനെ ഉണ്ടെന്നാ? ഇതോ? പുതിയ കാറാ. ഫ്രണ്ടിലോട്ട് വാ, കാണിച്ചു തരാം. പറഞ്ഞ വാ. കോടികൾ. നേരെ പോയി അവിടെ നോക്ക്, അവിടെ ഒരെണ്ണം നിർത്തിയിട്ടുണ്ട്. ടയർ കണ്ട
എനിക്ക് കസ്റ്റംസ് ഫ്രണ്ട് പൊങ്ങോ ഇത് ടയർ വരണ ഫ്രണ്ട് പൊങ്ങോണ്ടോ എടാ ഇതിന്റെ ടയറിനുണ്ട് 500 കോടി മനസ്സിലായോ ടയറിന് അംബാസിഡർ അല്ലേ 100 കോടിയോ അംബാസഡർ ആണോ വണ്ടി സെൻസ് ഇല്ലാത്ത ഫുണ്ടച്ചൊക്കെ മറ്റേ പെണ്ണുങ്ങളുടെ ബാക്ക് മാത്രം കണ്ട് തിരിച്ചറിയുന്ന നിന്റെ അടുത്തൊന്നും വണ്ടിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല വല്ലപ്പോഴും വണ്ടിയുടെ ബാക്കട നോക്കടാ ഞങ്ങൾക്ക് എന്താ അല്ല നീയല്ലേ വിളിച്ചത് എന്താ അല്ല അണ്ണൻ പറഞ്ഞു എന്തോ ഉണ്ടെന്ന് ഗ്യാങ്സ്റ്റർ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഇത്രയും പേര് നിപ്പുണ്ടെന്നാ പറഞ്ഞേ ഓ നീ എന്താ ഫ്രണ്ടിലോട്ട് വന്നാ ഞാൻ ഞെട്ടി വീഴുന്നൊക്കെ പറഞ്ഞു ടാക്സി ഏതാ ഒരു മിനിറ്റ് ഞാൻ ടാക്സിയുടെ സാധനം കാണിച്ചു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചന്ദ്ര 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 ഒന്നും പറയണ്ട വള്ളേ പ്രശ്നമില്ല സേഫ് സേഫ് ആണ് വണ്ടി ഇതിന് പവർ കൂടുതലായോണ്ട് എനിക്ക് ഇച്ചിരി ലോഞ്ച് എടുക്കാൻ കുറച്ച് പാടുണ്ട് അതാണ് ഇവിടെ വേറെ ഒരു വണ്ടിക്ക് ഇത്ര പവർ അല്ലേ ആ ഒരു ഈ ഒരു എക്സസ് നോട്ടൊന്നേ ഈ ഒരു എക്സസ് നോട്ട് ടെർബോ വിസ്ലിംഗ് ഉള്ള വണ്ടിയൊന്നും വേറെ ഇല്ലേ സിറ്റിയില് അണ്ണാ ഇത് കംപ്ലൈന്റ് വണ്ടി കംപ്ലൈന്റ് ഉണ്ട് ഇതിന് ഭയങ്കര സൗണ്ട് ഭയങ്കര നോയ്സി ആണോ അയ്യോ എക്സസ് എന്താ അറിഞ്ഞൂടാ അല്ലേ എന്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കട്ടെ നോക്കിട്ട് പറയാം ചില ആൾക്കാർ മറ്റേ 2012 ഡൽഹി വണ്ടിയൊക്കെ എടുത്ത് മോഡിഫൈ ചെയ്തിട്ട് കേരളത്തിൽ ഷോ ഇറക്കുന്ന പയ്യന്മാരുണ്ട് കേട്ടോ ഇത് ഔഡിയാണ് എന്റെ അറിവിലൊരു പയ്യനുണ്ട് 530 എടുത്ത് പടുത്ത് ഷോ ഇറക്കണേ തുറന്നേ ഇതൊന്ന് ഇതില്ല ലോക്കടാ ഓ സോറി അറിയാതെ പൊട്ടിച്ചാണേ സോറി ഒന്ന് നോക്കട്ടെ ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടോ നോക്കിട്ട് പറയാം ചന്ദ്ര ഒന്നും പറയണ്ട ചന്ദ്ര എന്ത് കാറാണ് ഇത് ചന്ദ്ര ഈ ബ്രേക്ക് ലൈറ്റ് വെക്കേണ്ടത് ബാക്കിലാണ് ഇതിന്റെ ഫ്രണ്ടിലാണ് ചുവന്ന വെട്ടം ശരിയാണല്ലേ ചന്ദ്ര അത് ശരിയാണ് അപ്പിയൊക്കെ ഇത് ഏതാണ് വണ്ടി ഇത് S1000 കൊടുത്തതിന്റെ കയ്യിൽ ഓല കൊടുത്തത് പോലെ ഉണ്ട് സൗണ്ടും ഇല്ല ഒന്നുമില്ല പുറകിന്ന് വന്ന് ഈ വണ്ടി ഇടിച്ചാൽ പോലും ഒരുത്തിന് അറിയില്ല 90 കോടിയുടെ ഓടി ഇവന്റെ എവിടെ നിന്നാണ് ഈ പൈസയൊക്കെ ഇവന്റെ ചന്ദ്ര ലാഭമായല്ലോടാ ചന്ദ്ര ഇതിപ്പോ ലാഭമല്ലോ പെട്രോൾ അടിക്കണല്ലോ EV വണ്ടിയല്ലേ സൗണ്ട് ഒന്നും ഇല്ല നൈസ് കൊള്ളടാ നമുക്ക് കുറച്ച് എക്സ്പെൻസ് ഒക്കെ കുറയ്ക്കാമല്ലോ നൈസറാ ചന്ദ്ര കൊള്ളാം ഇല്ല നമ്മുടെ റേസിന് വേണ്ടി എടുത്തല്ലടാ ആ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സിറ്റിയിലെ 1 and only പീസ് ആണ് മനസ്സിലായ 1 and only പീസ് 2000 കോടി ആ വണ്ടി ഇവിടെ പോയി എന്റെ വണ്ടിയോ ചന്ദ്ര വണ്ടി കൊണ്ടുവന്നിട്ട് ഒരു കാര്യം കാണിച്ചു തരാം വന്നേ ഓക്കെ അണ്ണാ ബാക്ക് ടു വർക്ക് കയറി ഗോയിങ് ഗുഡ് ആൻഡ് താങ്ക് യു ഫോർ ആസ്കിങ് ബിസിനസ് അല്ലേ അപ്പോൾ ഡെയിലി ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ലല്ലോ സോ ഒന്ന് മൂഡ് ഔട്ട് ആകും ഐ നോ ഡിയർ ദാറ്റ്സ് ഫൈൻ ഒരുപാട് പ്രഷർ എടുക്കണ്ട ടേക്ക് കെയർ എന്തേലും ഉണ്ടേൽ ഒരു കോളിൻ്റെ ഒരു കോളിൻ്റെ ഇപ്പുറത്ത് ഞാനുണ്ട് ഫയൽ നോക്കിയെടാ അത് ഫയലല്ലടാ അത് ഇതാണടാ മറ്റേ എന്തുവാ സാമാനത്തിന്റെ പേരെന്താണ് ഗൈസ് ഈ കളർ മാറ്റുന്ന സാധനത്തിന്റെ പേരെന്തായിരുന്നു റീഷെയ്ഡ് അത് അയ്യേ കിടമ്പൻ ഇതാരും തൊട്ടില്ലല്ലോ എല്ലാവർക്കും ആടിയല്ലേ
ഇത് കണ്ടാ ഇതെന്താ സാധനം? F4 നോർമൽ അണ്ണനെ പ്ലെയിനിൽ കയറണ ഭയങ്കര ദേവട്ടം കിടക്കണ പോലെ എനിക്ക് കിടക്കണം. നോർമലാ. വാവകൾ വാവാവോ ലീഡറാണത്. നീ ആടറാ, ഒരുമിച്ച് ആടാം. കോച്ചൊക്കെ വന്നോ? ജപ്പാനി പോയ കോച്ചയാടാട്, ഒരു ഉപകാരവും ഇല്ലാത്ത SRK ആടാട്. അവിടെ നിൽക്കട്ടെ, അതായത് നമ്മുടെ ഡോറിന്റെ അവിടെ. ഓ ഞാൻ അവിടെ പോട്ടെ. ഇപ്പഴാ പേര് ശരിയായത്. പിന്നെ താമര ആ നടുക്ക് ഒരു മാറിയിരിക്കണേ. എന്റെ വണ്ടിയല്ല പറന്നു പോയത്. എടാ അത്രയും പവറുള്ള വണ്ടി, ഹാൻഡ്ലിംഗ് ഉള്ള വണ്ടിയാണ്. അത് പറന്ന് അവിടെ വീണിട്ട് അത് നേരെ വന്ന് നിന്ന് കണ്ടോ? അണ്ണാ അത് സ്കില്ലാണ് ചന്ദ്രന്റെ സ്കില്ല്. അതെ അത് വണ്ടിയുടെയും കൂടെയാണ്. വണ്ടിയും കൂടെ മനസ്സിലായ? കുഴപ്പമില്ല, എനിക്കൊരു 100 രൂപ കൊടുത്ത് റിപ്പയർ ചെയ്യാന്നേ ഉള്ളൂ. ഇതൊക്കെ മനസ്സിലായ? നിന്റെ വീട്ട് ഒരു വട്ടം കൊണ്ടുപോയാൽ വണ്ടിയുടെ എഞ്ചിൻ ഊരി പോകില്ല. ബ്രേക്ക് ലൈറ്റ് ഫ്രണ്ടിൽ പിടിപ്പിച്ച വണ്ടി. എന്റെ വണ്ടി ഇതിന്റെ ടയർ ഇരുമ്പാന്ന്. ഞാൻ വണ്ടി ഒന്ന് ലോക്ക് ചെയ്തോട്ടെ, മാറി. ഇത് ഞാൻ ആർക്കെങ്കിലും കൊടുത്താൽ ഈ സെർവറിനെ പറ്റി അവരാതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പാപ്പനും തെറി വിളിച്ചിട്ട് ഈ സിറ്റിയിൽ നിന്ന് ഇറങ്ങി പോവേ. നാളെ ഒരു ലൈവ് വന്നിട്ട് ഞാനിരുന്ന് ഇവരെയൊക്കെ ചീത്ത വിളിക്കുന്നത് നിങ്ങൾ കാണുവാണെങ്കിൽ ഈ വണ്ടി വേറൊരാൾക്ക് കൊടുത്തതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായ? അത് ഉറപ്പാണ്. എന്റെ 25 ഉള്ളൂ. എന്തോടാ കേട്ടില്ല? എന്റെ 25 ഉള്ളൂ സിറ്റിയില് വണ്ടി. എന്റെ വണ്ടി 1 and only പീസ്. ഇത് വേറൊരാളുടെ കാണിച്ച് ഞാൻ തല വെട്ടിക്കളയല്ലോ. 2000 കോടി 2000 CR. അണ്ണാ 600 ഉള്ളൂ. പക്ഷേ അല്ല, എന്റെ പൈസ ഉണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ അന്ന് എനിക്ക് ബഗ്ഗായിട്ട് എന്റെ കയ്യിലുള്ള പൈസ ഒന്നും വന്നില്ലെന്ന്. അതെല്ലാം കറക്റ്റ് വന്ന് തിരിച്ച് എല്ലാം ഞാൻ അഡ്മിൻസിന്റെ അടുത്തെല്ലാം ദൈവങ്ങളുടെ അടുത്തൊക്കെ പോയി സംസാരിച്ച് എല്ലാം ഇതാക്കി ഇത് തന്ന്. ഇനി ഒരു വണ്ടി കൂടെ വരുന്നുണ്ട്. ഒരു സിറ്റിയിലൊന്നും ഇല്ലാത്ത, ആരുടെയും കയ്യിലില്ലാത്ത ഒരു ഊർസ് പോലത്തെ ഒരു സാധനം. ഇത് 2 സീറ്റർ അല്ലേ? മറ്റേത് എത്ര പേർക്കായിരുന്നു? അതിന്റെ ഒരു പ്രത്യേകത 6 പേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റും ആ വണ്ടിക്കകത്ത്. 16 രൂപയ്ക്ക് പോകാൻ പറ്റും ആ വണ്ടിക്കകത്ത് തോളം തിരുത്തി അതിനകത്തും പറ്റും. അല്ലല്ല 4 വണ്ടി ഒരുമിച്ച് എടുക്കണം. ഈ വണ്ടി ഓഫ് ഒക്കെ ചെയ്യണോ? കല്യാണത്തിന് കളവാളത്തിനൊക്കെ എന്റെ വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. എല്ലാരും കൊണ്ട് മറ്റായിട്ട് വാ എടാ എല്ലാരും അകത്തോട്ടാ. എടാ വേറെ ചന്ദ്ര സിറ്റിയിലെ 1 and only ബുള്ളറ്റ് പ്രൂഫ് വണ്ടി. ഒരു വെടി പോലും അകത്തിരുന്ന് കൊള്ളില്ല. ഒരു വെടി പോലും 1 and only ബുള്ളറ്റ് പ്രൂഫ്. ഒരാളുടെ ഇത് പോലും ഇല്ല. ഇതല്ല ഇനി കൊണ്ടുവരാൻ പോണ ഒരു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. ഇനി കൊണ്ടുവരാൻ നാളത്തേക്ക് വണ്ടി എത്തും. കസ്റ്റംസ് വരാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഇതോട്ട് വണ്ടി വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല തരത്തില്ല. അത് ഞാൻ പറഞ്ഞ 1 and only പീസ്. ഇനി അത് വെക്കുന്നത് നിനക്ക് വേണം ഐഡന്റിറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും കൊണ്ടുവരേണ്ടി വരും. ഇതിപ്പോ പരുന്തു വാസം ആയി പോയി. നാളെ വണ്ടി നീ പോയാലും ചന്ദ്ര വാസുണ്ണ എന്തെങ്കിലും ചോദിച്ചതായി. കുറച്ച് വണ്ടി ഇറക്കണല്ലോ. പാമ്പിന്റെ ആരും മിണ്ടരുത്. കേറാറ് 1 മണി കഴിഞ്ഞിട്ടല്ലേ കേറാറ് ഇപ്പൊ. ചന്ദ്ര എടാ നിങ്ങൾ എല്ലാരും മീറ്റിംഗ് റൂമിൽ ഇടാ. ചന്ദ്ര ഒന്ന് വന്നിട്ട് ഒരു കാര്യം പറയണേ. ചന്ദ്ര എന്റെ ഡ്രസ് ഇട്ടാരെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചല്ലേ ഇതിന്റെ അകത്തിട്ട്. ചന്ദ്ര ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഒരു ബിസിനസ് പരമായിട്ട് സംസാരിക്കാൻ പോവാണേ. നമ്മുടെ സിറ്റിയില് വണ്ടി ഡീലർഷിപ്പ് വന്നപ്പം അതിൽ നിന്ന് ഒരു 130 കോടിയുടെ ഒരു വണ്ടി ഞാനങ്ങ് തൂക്കിയായിരുന്നു. കിടില സാധനം. 130 കോടി 135 എന്തോ കൊടുത്തു. 135 കോടി എന്തോ.
നമുക്ക് ആവശ്യം പൈസയാണല്ലോ. ആ ഞാൻ വണ്ടി കൊടുക്കാൻ വെച്ചിരിക്കുക. വണ്ടി കാണാൻ പറ്റുമോ? പിന്നെ കാണിച്ചു തരാം. ആ കിട്ടിലും വണ്ടി. ആ അത് ഇവിടെ വളരെ കുറച്ച് പേരുടെ കയ്യിലേ ഉള്ളൂ ആ വണ്ടി. ഏതാ വണ്ടി? മോഡൽ ഏതാ? വണ്ടി നിന്റെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ത്രാക്സ് ഇല്ലേ? ത്രാക്സ് മറ്റേ കുറച്ച് അത് ഞാൻ വാങ്ങിയണ്ട. നിന്റെ ഉണ്ടോ? അല്ല, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അതല്ല. അറിയാം, 130 കോടിക്കാ മേടിച്ചേ. ആ ഇപ്പൊ ആ വണ്ടിക്ക് സിറ്റിയിൽ ഒടുക്കത്തെ ആവശ്യക്കാരാ. എല്ലാരും ചോദിച്ചു നടക്കുക. ആ എങ്ങനെ പോയാലും കണ്ണും പൂട്ടി ഒരു 200 കോടിക്ക് വരാം, 250 കോടിക്ക് വിൽക്കാം. ആ ഞാൻ നിനക്ക് ആയതുകൊണ്ട് ഒരു 120 കോടിക്ക് തരാം. എന്നാ എന്റെ ആ വണ്ടി ഉണ്ട്. ഇനിയിപ്പൊ അല്ല, നിനക്ക് വിൽക്കാൻ വേണമെങ്കിൽ. വിൽക്കാൻ വേണമെങ്കിലല്ലേ? ആ. 130 അല്ലേ അണ്ണാ? ഞാൻ ഒന്ന് നോക്കട്ടെ എത്ര റേറ്റിംഗ് എന്നൊക്കെ നോക്കിട്ട് പറഞ്ഞാൽ എടുത്ത് ലാഭം വേണമല്ലോ നമുക്ക്. അതെ അതെ, പിന്നെ ലാഭമില്ലാത്ത ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കുവോ? എനിക്ക് ചില സമയത്ത് ലാഭമില്ലാത്ത കുറച്ച് റിക്രൂട്ട്മെന്റ്സ് ഞാൻ ഈ ടിവിക്കകത്ത് എടുത്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. വേറെ എല്ലാം പ്രോഫിറ്റ് ആയിരുന്നു. ചില സമയത്തൊക്കെ നഷ്ടം സംഭവിച്ചു. ഒരു മിനിറ്റ്, ഒരു ബിസിനസ് മെസ്സേജ് ഉണ്ട്, ഞാനൊന്ന് ഇതാക്കിട്ട് വരാം. ഹൗ ദാറ്റ് സ്വീറ്റ്, ഐ ലൈക്ക് ഇറ്റ്. എല്ലാ ജോബും അങ്ങനെ തന്നെയാണല്ലോ. കുറച്ച് പ്രഷറൊക്കെ ഉണ്ടാവും. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൂടെ പോകണം. ഉറപ്പായിട്ടും വിളിച്ചിരിക്കും, കൂടെ കാണും, അത്രേ ഉള്ളൂ. ഞാൻ വർക്കിലാണേ, പിന്നെ വരാം. ടേക്ക് കെയർ. എന്റെ ഡ്രസ്സുള്ള എല്ലാത്തിനും വെടിവെച്ചല്ലേ ഞാൻ ഇവിടെ അണ്ണ റിക്രൂട്ട്മെന്റ് റൊമാൻസിനൊക്കെ റിക്രൂട്ട്